ടെലിവിഷൻ പ്രേക്ഷകർ വിടാതെ കാണുന്ന പരമ്പരകളിലൊന്നാണ് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബശ്രീ ശാരദ. ഉദ്യോഗഭരിതമായ മുഹൂർത്തങ്ങളുമായി മുന്നേറുകയാണ് ഇപ്പോൾ. നായകനായ വിഷ്ണുവിൻ്റെ മരണം ഉൾക്കൊള്ളാനാകുന്നില്ലെന്നായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞത്. ഇങ്ങനൊരു കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചേയില്ല. കുറച്ചുനാളായി വിഷ്ണുവിനെ കാണാനില്ലായിരുന്നു. ഇതേക്കുറിച്ച് പ്രഭിനോട് തന്നെ പ്രേക്ഷകർ ചോദിക്കുന്നുമുണ്ടായിരുന്നു. കൃത്യമായൊരു മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അദ്ദേഹം. വിഷ്ണു മരിക്കുന്ന രംഗങ്ങൾ കാണിച്ചതിന് പിന്നാലെയാണ് മൗനം വെടിഞ്ഞ് പ്രഭിൻ എത്തിയത്. പരമ്പരയ്ക്കൊപ്പമുള്ള യാത്ര അവസാനിപ്പിച്ചു. 1 വർഷം മുന്നേ തന്നെ ഈ ഒരു തീരുമാനം അണിയറ പ്രവർത്തകരെ അറിയിച്ചതാണ്. ഇങ്ങനെ ആയിരിക്കാം ആ മാറ്റം എന്നറിയില്ലായിരുന്നു. വിഷ്ണു ഇനിയില്ല എന്നതിൽ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ ഇതല്ലാതെ മറ്റൊരു വഴിയും തനിക്ക് മുന്നിൽ ഇല്ലെന്നായിരുന്നു പ്രഭിൻ പറഞ്ഞത്. വിഷ്ണുവിനെ മാത്രമല്ല, നായികയായി അഭിനയിക്കുന്ന മെർഷീനയും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവൾ തന്നെയാണ്. വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ടാണ് മെർഷീന എത്തിയത്. ഇവരുടെ കോമ്പിനേഷൻ ഗംഭീരമാണെന്നായിരുന്നു ആരാധകരെല്ലാം വിലയിരുത്തിയത്. മകൻ മരിച്ചുപോയെന്ന കാര്യം അമ്മയിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ് ശാലിനി. മകനെ കാത്തിരിക്കുന്ന അമ്മയോട് ഞാൻ എങ്ങനെയാണ് ഈ ഒരു വാർത്ത പറയുക എന്നായിരുന്നു ശാലിനിയുടെ ചോദ്യം. നമുക്ക് കാത്തിരിക്കാം, അവൻ എന്തായാലും കറങ്ങി തിരിഞ്ഞ് പോരുമെന്നും അമ്മ പറയുന്നുണ്ടായിരുന്നു. തികച്ചും ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങളായിരുന്നു ഇത്. വികാരഭരിതമായ രംഗങ്ങളിൽ മെർഷീന ജീവിക്കുകയായിരുന്നു. ആ വിഷമം ഞങ്ങളും അനുഭവിക്കുന്നുണ്ടെന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. ഇപ്പോഴിതാ തനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രതികരണങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ താരം. വിഷ്ണുവിനെ കാണാതായ അന്നു മുതൽ ഇന്ന് വിഷ്ണുവിൻ്റെ മരണം ഉൾക്കൊള്ളാനാവാതെ ബോധരഹിതയായി വീഴുന്ന ശാലിനി ഓരോ തവണ തെളിവ് കിട്ടുന്ന സമയത്തും ഞാൻ പിടിച്ചു നിൽക്കും, എൻ്റെ വിഷ്ണുവേട്ടൻ തിരിച്ചു വരും, എന്നെ വിട്ട് ഒരിക്കലും പോവില്ല, എന്നും കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പിന് അന്ത്യമായപ്പോൾ ഗംഭീരമായി തന്നെ നീനു അഭിനയിച്ചു. നീനുവിൻ്റെ എല്ലാ ഇമോഷനുകളും പ്രേക്ഷകർക്ക് കൊള്ളുന്ന വിധത്തിൽ മനോഹരമാക്കാൻ നീനുവിന് സാധിച്ചിട്ടുണ്ട്. ഈ ട്രാക്കിംഗ് അഭിനയിക്കാൻ ഒരുപാട് ഡ്യൂറേഷൻ കിട്ടിയ ഒരാൾ നീനു ആയിരുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് ഈ പരമ്പര കാണുന്നില്ല എന്നായിരുന്നു പ്രേക്ഷകരിൽ പലരും അഭിപ്രായപ്പെടുന്നത്. അഭിനയിക്കാൻ പറയുമ്പോൾ ജീവിച്ച് കാണിക്കുകയാണോ, എന്ത് പറയണമെന്നറിയില്ല. ഒരുപാട് കരയിപ്പിച്ചു കളഞ്ഞു. അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു നിങ്ങൾ. ചേച്ചിയുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ തന്നെ നെഞ്ചുവല്ലാതെ പിടയുന്നു. നമ്മുടെ വീട്ടിലെ ആർക്കോ വന്ന പോലെ അഭിനയിക്കുകയാണെന്ന് പോലും ഒരു നിമിഷം മറന്നുപോയി. ഈ രംഗം കണ്ടപ്പോൾ കരച്ചിൽ വന്നു. ചേച്ചി കരയുന്നത് കണ്ട് കരഞ്ഞുപോയി. വിഷ്ണു തിരിച്ചു വരുമെന്നായിരുന്നു കരുതിയത്. ഇങ്ങനൊരു മരണം അത് വേണ്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിരവധി പേരായിരുന്നു കമൻറ്റുകളിലൂടെയുമായി പരമ്പരയെക്കുറിച്ച് വാചാലരായത്. വിഷ്ണു മരിച്ചതോടെ പരമ്പരയോടുള്ള ഇഷ്ടം പോയി, ഇനി കാണുന്നില്ലെന്ന് പറഞ്ഞവരായിരുന്നു കൂടുതലും. ഞാനൊരാൾ പോയാലും നിങ്ങൾ അവരെ പിന്തുണയ്ക്കണം. ഇതുവരെ നിങ്ങളെ പിടിച്ചിരുന്ന രംഗങ്ങൾ ഒരുക്കിയവർ തന്നെയാണ് ഇനിയും പരമ്പരയെ നയിക്കുന്നതെന്ന് നേരത്തെ പ്രഭിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും വീണ്ടും കുടുംബശ്രീ ശാരദയെ സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് പ്രഭിനും പറയുന്നത്. പക്ഷേ പ്രേക്ഷകർക്ക് ഒരു 80% പേരും വിഷ്ണുവിനെ പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു ഈ ഒരു പരമ്പര കണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് കാണണം എന്ന് തന്നെയാണ് പ്രഭിനും പറയുന്നത്. പക്ഷേ പ്രേക്ഷകർക്കൊരു നിരാശ തന്നെയാണ് വിഷ്ണു എന്ന കഥാപാത്രത്തിൽ നിന്നും പ്രഭിൻ പിന്മാറിയത്. വിഷ്ണുവായി വീണ്ടും തിരിച്ചു വരാൻ സാധിക്കുമോ എന്നാണ് പല പ്രേക്ഷകരും ഇപ്പോഴും ചോദിക്കുന്നത്.